അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. AMM എന്ന് പറയുന്ന താരസംഘടനയുടെ കൂട്ടരാജിയിൽ മോഹൻലാൽ തീരുമാനമെടുക്കാൻ വിളിച്ചതാരെയാണ്? ആരാണ് തീരുമാനമെടുത്തത്? മമ്മൂട്ടി ആരാണ്? കൈരളി ടിവിയുടെ ചെയർമാൻ, CPIM-മായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി, സർക്കാരുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് 4.5 കൊല്ലം വെളിച്ചം കണ്ടില്ല? അതിന് ഉത്തരം പറയേണ്ടത് മമ്മൂട്ടിയാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. സംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാൽ ഇപ്പോൾ ആ സ്ഥാനത്തില്ലല്ലോ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മമ്മൂട്ടി നിൽക്കുന്നത്. ഈ തീരുമാനം എടുക്കുന്നതിന് രാജിയാണ് നല്ലത്, കൂട്ടരാജി നല്ലതാണ് എന്ന് അഡ്വൈസ് ചെയ്ത മമ്മൂട്ടിയും ഇതിൽ ഉത്തരം പറയണം. ഉത്തരം പറയാൻ മമ്മൂട്ടി തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിതറിക്കിടക്കുകയാണ്. അത് പവർ പൊളിറ്റിക്സിലേക്കും പോകുന്ന ഒരു പവർ ഗ്രൂപ്പാണ് എന്നുള്ളത് കൃത്യമാണ്. ഒരാളാണോ MLA ആയിരിക്കേണ്ടത്? എനിക്ക് നേരെ ലൈംഗിക ആരോപണം വന്നു, എന്നെ എന്റെ പാർട്ടി സംരക്ഷിക്കണം. ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIM-ന്റെ MLA ആയതുകൊണ്ട്, അദ്ദേഹത്തിന്റെ വാദമാണിത്. ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIM-ന്റെ MLA ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഈ ആരോപണം വന്നത്. CPIM-ന് ഈ ഒരു MLA മാത്രമേ ഉള്ളൂ. ബാക്കി MLA-മാർക്കെതിരെ എന്താ ആരോപണം വരാത്തത്? ഇതൊരു ചർച്ചയില്ലേ? ഇവിടെ കടംപിടുത്തത്തിന്റെ ആവശ്യമുണ്ടോ? പരാതി കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നൊക്കെ സ്വയം മാറി നിൽക്കണം. അതാണ് അന്തസ്. അന്തസ് വേണമടാ അന്തസ് എന്ന് പറഞ്ഞത് M. മുകേഷ് ആണ്. മാഡത്തിന് ചിരിക്കാൻ ഇടവേള വേണോ? വേണ്ട, ഓക്കെ. അപ്പൊ ഞാൻ തുടരുകയാണ്. ഇത്രയും കടുത്ത ആരോപണങ്ങൾ വരികയും അത് പരാതിയായി മുന്നിൽ വരികയും ചെയ്യുമ്പോൾ മുകേഷിനോട് രാജി ആവശ്യപ്പെടാത്തതിലൂടെ ന്യായമായും സംശയിക്കേണ്ടത് ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു കാരണവരായി നിന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കും. കാരണം സിനിമാ മേഖലയിലെ ഒരാൾക്ക് ഇത്രയും പവർ ഉണ്ടാകുമോ? സിനിമാ മേഖലയിൽ ഒരു മമ്മൂട്ടി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ മോഹൻലാൽ വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? B. ഉണ്ണികൃഷ്ണൻ മാത്രം വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഈ പവർ ഗ്രൂപ്പും അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ ആ ഒരു പവറും സിനിമാ താരങ്ങളുടെ ആ താരപ്രഭയിലുള്ള പവറും അവരുടെ പണത്തിന്റെ പവറും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പവർ പൊളിറ്റിക്സ് ഇവിടെ ഉണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ആ പവർ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും കാലം ഇതിനെല്ലാം ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സംവിധാനങ്ങളെയൊക്കെ ചലിപ്പിക്കാൻ കഴിയും. ഇവിടെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിഞ്ഞേക്കും ഉണ്ടത്രേ. എത്ര നേരമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്? വൈകുന്നേരമാകുമ്പോൾ തീരുമാനമാകുമെന്നാണ് ഷാജിയൻ കരുൺ പറഞ്ഞത്. എവിടെ തീരുമാനമില്ല. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ M. മുകേഷ് എന്ന ആരോപണ വിധേയനായ MLA നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറ്റാരോപിതനാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട്, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നൊക്കെ സ്വയം മാറി നിൽക്കണം. അതാണ് അന്തസ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? 2022 ബ്ലാക്ക് മെയിലിംഗ് നേരിട്ട ആളാണ് M. മുകേഷ്. അത് ആരോപണമല്ല കേട്ടോ. അദ്ദേഹം തന്നെ വാർത്താക്കുറിപ്പായി നമ്മളെ എല്ലാവരെയും അറിയിച്ചതാണ്, ജനങ്ങളിലേക്കും എത്തിച്ചതാണ്. 2022 ഈ പരാതിക്കാരിയായി വന്ന സ്ത്രീ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു, കൂടുതൽ പണം ആവശ്യപ്പെടുന്നു, പ്രത്യേക മതവിഭാഗത്തെ ഉപയോഗിക്കുന്നു, ഭർത്താവ് വിളിക്കുന്നു. ഇത്രയധികം ഇവന്റ്സ് ഉണ്ടായപ്പോഴും ഒരു പാർട്ടി സംവിധാനം, അതും സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ MLA ആയിരിക്കുന്ന ഒരാൾക്ക് നേരെ ഇതുണ്ടാകുമ്പോൾ ആ പാർട്ടി സംവിധാനത്തിലെ ഒരാളെ പോലും അദ്ദേഹം അറിയിച്ചില്ല. എത്ര വിചിത്രമാണ്. മുഖ്യമന്ത്രി അറിയിക്കാം, മുഖ്യമന്ത്രിയുമായി നേരിട്ട് ആക്സസ് ഉള്ള ആളാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നില്ല? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായെന്ന് അദ്ദേഹത്തിന്റെ പോലീസ് സുഹൃത്തുക്കളെ അറിയിക്കാം. ആരെയും അറിയിക്കാതെ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും വേദനിച്ചു കഴിഞ്ഞിരുന്ന മുകേഷിനെ കുറിച്ചാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതൊക്കെ പറഞ്ഞ് എന്തിനാണ് പോലീസുകാർക്ക് ഒത്തിരി കേസുണ്ട്, എന്റെ കേസ് കൂടി പറഞ്ഞ് ഈ ബ്ലാക്ക് മെയിലിംഗിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കണം എന്നൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയില്ല. നന്നായിട്ടുണ്ട്. ഇവിടെ M. മുകേഷ് കളിക്കുന്ന ആ ഒരു റോൾ പ്ലേ ഉണ്ടല്ലോ, അത് കുറച്ച് വലുത് തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെയും പല കാര്യങ്ങളും ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയൊക്കെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പല കാര്യങ്ങളും നേരത്തെയും പുറത്തു വന്നിട്ടുള്ളതാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് പാർട്ടി എന്നെ സംരക്ഷിക്കുന്നില്ല, പാർട്ടി പിന്തുണയ്ക്കണം. പാർട്ടി എന്തിന് പിന്തുണയ്ക്കണമെന്നാണ്? CPIM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന വ്യക്തിയെ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയും പ്രത്യാശയും അദ്ദേഹത്തിന് വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുമ്പോൾ പാർട്ടി എന്താണ് ചെയ്തു വരുന്നത്? M. മുകേഷ് MLA ആയി ഈ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ അദ്ദേഹം കണ്ട് ശീലിച്ചത് എന്താണ്? മറ്റ് ആളുകളുടെ ഈ ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി കോടതി ഇടപെട്ട് തീർപ്പാക്കുന്നുണ്ട്. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനാണ് അന്വേഷിക്കുന്നത്, പോലീസിലേക്ക് പോകുന്നില്ല. അതുപോലത്തെ ഒരു സംവിധാനമാണ് അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉയരുമ്പോൾ ഇവിടെ ഉണ്ടാവുക എന്നതായിരിക്കാം അദ്ദേഹം പ്രതീക്ഷിച്ചത്. ആളുകൾക്കൊക്കെ പാർട്ടിയുടെ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ കമ്മീഷനാണ് അന്വേഷിച്ചത് അങ്ങനെയുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് പോലീസിലേക്ക് ഡയറക്റ്റായി ഒരു പരാതി പോവുകയാണ്. അപ്പോൾ അവിടെയും പാർട്ടി ഇടപെട്ട് പ്രൊട്ടക്ട് ചെയ്യണം. എന്തൊരു വിചിത്രമായ ന്യായമാണ് ഒരു MLA സ്ഥാനത്തിരുന്നു കൊണ്ട് M. മുകേഷ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആളുകൾ ഒന്നിച്ച് ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രാഷ്ട്രീയക്കാരല്ല ആവശ്യപ്പെടുന്നത്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധിയാക്കിയ ജനങ്ങൾ ആവശ്യപ്പെടണം. ഇങ്ങനെയുള്ള ഒരാളാണോ MLA ആയിരിക്കേണ്ടത്? എനിക്ക് നേരെ ലൈംഗിക ആരോപണം വന്നു, എന്നെ എന്റെ പാർട്ടി സംരക്ഷിക്കണം. ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIM
CPIM MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദമാണിത്. ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIM MLA ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഈ ആരോപണം വന്നത്. CPIM ഈ ഒരു MLA മാത്രമേ ഉള്ളൂ, ബാക്കി MLA-മാർക്കെതിരെ എന്താ ആരോപണം വരാത്തത്? എന്നെ ആരോ വിളിച്ചു. കോടതിയിൽ നിന്ന് സെപ്റ്റംബർ 10-ാം തീയതി വരുന്ന നിർദ്ദേശം എന്താണോ അതിനനുസരിച്ച് ആക്ട് ചെയ്യാമെന്നാണ് ഇപ്പോഴും പറയുന്നത്. SIT രൂപീകരിക്കുമ്പോൾ ഒറ്റ വരി പോലും പറയുന്നില്ല അതിനകത്ത് ഈ ഹേമ കമ്മിറ്റിയിൽ വന്ന് വെളിപ്പെടുത്തിയ ആളുകൾക്കും പരാതി നൽകാം. അങ്ങനെയുള്ള ആരും പോയിട്ടുമില്ല. ഇപ്പോഴുള്ളതെല്ലാം ഫ്രഷ് ആണ്, അതായത് പുതിയ അലിഗേഷൻസ് ആണ്. ഈ അലിഗേഷൻസിൽ പലതും സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നുമില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതോടൊപ്പം തന്നെ ഈ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഡ്രഗ്സിനും അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റുകളിൽ സുലഭമാക്കുന്ന മറ്റൊരു മാഫിയ സമാന്തരമായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അതൊരു ഫാക്ടാണ്. അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഈ ഇരകളുടെ സ്വകാര്യതയൊന്നും വിഷയമല്ലല്ലോ. സെറ്റുകളിൽ അന്വേഷണം നടത്താമല്ലോ. ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് പുറത്തു വന്ന ഡോക്യുമെന്റിൽ, 233 പേജുള്ള ഡോക്യുമെന്റിൽ ഈ പറയുന്ന ഡ്രഗ് നെക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അങ്ങനെ ഒരു ഡ്രഗ് നെക്സസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. സെറ്റുകളിൽ മദ്യപിച്ച് വരുന്ന, അതുപോലെ തന്നെ മോശമായി അശ്ലീലം പറയുന്ന ആളുകളൊക്കെ വിഹരിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ അന്വേഷണമാകാം. അതും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എനിക്ക് അത് എത്രത്തോളം ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല. പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാര്യത്തിൽ അന്വേഷണം തുടങ്ങാം, അത് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയാണ് പവർ എന്ന ചോദ്യത്തിന് ഉത്തരം ചെന്ന് നിൽക്കുന്നത് തീരുമാനമെടുക്കേണ്ട പവർ സെന്ററിലേക്കാണ്, മുഖ്യമന്ത്രിയിലേക്കാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ?